പരിപാടി എക്സ്പെക്ട് ചെയ്താണ് പോയത്. പക്ഷെ തുടക്കമൊക്കെ കുറച്ച് പതുക്കി ഇങ്ങനെ വന്നിട്ട് അവസാനം വന്ന് അടിച്ചു എല്ലാം ഇഷ്ടമാണ്. സ്ലോ ആണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ഫിലിമാണ്. ചേട്ടനൊക്കെ അടിപൊളി. തുടക്കം തൊട്ടേ ഹീറോ പരിപാടി എക്സ്പെക്ട് ചെയ്താണ് പോയത്. പക്ഷെ തുടക്കമൊക്കെ കുറച്ച് പതുക്കി ഇങ്ങനെ വന്നിട്ട് അവസാനം വന്ന് അടിച്ചു കണ്ടില്ലേ കണ്ടില്ല. പഴയ കാലഘട്ടത്തിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലോവാണോ? ആകൊന്നുമില്ല, സ്ലോ ആണ്. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു മ്യൂസിക് ബീജിയം കാര്യങ്ങൾ നല്ലതാണ്. പടം കണ്ടു കഴിഞ്ഞു. നല്ല പടം. ത്രില്ലർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ്. സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ടോവിന്. പക്ഷേ ആ ടോണ് ക്യാരക്ടർ ബേസിൽ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. പടത്തിൻ്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും എസ്പെഷ്യലി മ്യൂസിക് ആണെങ്കിലും ബീജിയം ഒക്കെ ആണെങ്കിലും പടം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ തന്നെ തിയേറ്ററിലെ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കപ്പെടുന്നത് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഒരു സമയത്ത് ഒരു ബോറടിപ്പിക്കുന്നത് നല്ല സിനിമ തന്നെയാണ്. തിയേറ്റർ വാച്ചുകൾ തന്നെയാണ് ഫസ്റ്റ് വാച്ച്. നല്ല പടം, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു പടമാണ്. ത്രില്ലർ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. അതായത് തിയേറ്ററിൽ അത് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്, എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്ലോ ഫേസ് ത്രില്ലറാണ്. സ്ലോ ഫേസ് ആണെങ്കിലും നമ്മളങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഓരോ മൊമെൻറ്റ് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ടോവിനോടെ ആസ്വദിച്ച പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ തിയേറ്ററിൽ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നല്ല പടം തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. മാസ് സീനുകളൊക്കെ ഉണ്ട്. മാസ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പൊന്നും അല്ല. ഒരു കാലഘട്ടത്തിൻ്റെ ആയിട്ടുള്ള സ്റ്റൈൽ ഫിലിമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആണ്. എല്ലാം ഇഷ്ടമാണ്. നല്ല രസമായിരുന്നു. ഭയങ്കര ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തമ്മിൽ ആ ഒരു ചേഞ്ചും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആയി. അതെ, മാസപടമല്ല, ഒരു സ്ലോ ആണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ഫിലിമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പ് പടവും കാണാൻ ഇവിടെ പ്രേക്ഷകരുണ്ട്. ആൻഡ് ഇത് ഇപ്പം ഞാൻ ഒത്തിരി വയലൻസ് ഉള്ള പടങ്ങൾ കാണുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി. എനിക്ക് വയലൻസ് കാണുമ്പോൾ എനിക്ക് വേദനിക്കും. അപ്പം ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാ പടങ്ങളും ഓഡിയൻസ് ഉണ്ടെന്നാണ് ഞാൻ. ക്ലൈമാക്സിൽ ഭയങ്കര ട്വിസ്റ്റുള്ള ഒരു സംഭവമാണ്. കാണാം, പ്രേക്ഷകർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ടൊവിനോയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ല ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അടിപൊളിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിറങ്ങുമ്പോൾ എല്ലാവരുടെയും ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ എനിക്കിഷ്ടമായി. നമ്മൾ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര അങ്ങനെയല്ല, ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റോറി പറയും. പക്ഷെ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്. ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് എല്ലാം. ഒരുപാട് ത്രില്ലേഴ്സ് ആണ്. എന്താണ് ഈ സിനിമ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾക്കങ്ങനെ ത്രില്ലർ അങ്ങനെയല്ല. നമ്മൾക്കിങ്ങനെ ആ പടം കാണുമ്പോഴാണ് ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞു വന്നിട്ട് വരികേണ്ട ഒരു ഭയങ്കര ട്വിസ്റ്റാണ്. നന്നായിട്ടുണ്ട് എല്ലാം. കണ്ടെത്തി അന്വേഷിപ്പിക്കാതെ സീരിയസ്ലി നല്ല ടൈറ്റിലാണ്. കാരണം ഈ മൂവിയുടെ ആദ്യം പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റിലാണ്. അതേപോലെ തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ത്രില്ലർ നമ്മളൊരു വേറൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. ക്ലൈമാക്സിലാണ് അതിൻ്റെ ട്വിസ്റ്റ് ആണത്. അടിപൊളിയാണ്. മേക്കിങ്ങും സ്റ്റോറിയും എല്ലാം പറയാനായിട്ടുണ്ട്. നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് ആനന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് തന്നെ ചെയ്തിട്ടുണ്ട്.
ഒരുപാട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് തന്നെ കുറച്ച് വ്യത്യാസമാണ്. ഈ പറഞ്ഞ പോലെ സാധാ പോലീസിനെ പോലെ ഭയങ്കര സ്റ്റണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഭയങ്കര സ്ലോ ആയി വന്ന് അവസാനം കൈയടിച്ചു പോകുന്ന ഒരു പടം കിടിലം പടം. അതായത് ടോവിനോയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും. അതായത് ഈ ഒരു പടത്തിൽ നമുക്ക് 2 ത്രില്ലർ കാണാൻ പറ്റുന്ന പോലെ, അതായത് 2 കേസ് തന്നെയാണ്. എന്തായാലും നമുക്ക് അധികം ലാഗ് അടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റിയ പടം. നല്ല പടമായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പരിപാടിയാണ്. അപ്പോൾ 2 ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിയേറ്ററിൽ കാണുന്ന പടം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല പടമാണ്. നമുക്ക് ഓരോ സിനിമ നമുക്ക് ഇന്ന് കണ്ടിരിക്കാനായിട്ട് നല്ല പടമാണ്. നമുക്ക് സെറ്റായിട്ടിരിക്കാം. നമുക്ക് ഒട്ടും ലാഗായിട്ട് തോന്നില്ല. ഓരോ സീനും നല്ല സൂപ്പറായിട്ട് തോന്നി. നല്ല പടം, മോശമൊന്നും പറയാൻ ഒന്നുമില്ല പടത്തിൽ. എല്ലാം നല്ല അടിപൊളി പടമാണ്. പ്രത്യേകിച്ച് മോശങ്ങളായിട്ട് പറയാനൊന്നുമില്ല. നല്ല പടം തന്നെയാണ്.